ബഷീർ. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്നവർക്കെല്ലാം ബഷീറിന്റെ കൃതികൾ വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചെങ്കിലും ധാരണയുള്ളവരായിരിക്കും. ജീവിതത്തിൽ ഇത്ര വലിയ അനുഭവ പശ്ചാത്തലം ഉള്ള എഴുത്തുകാർ തന്നെ വളരെ കുറവായിരിക്കും. എന്നാൽ അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ബഷീർ എഴുതിയ ഭാഷ വളരെ ലളിതമാണ്. വളരെ ആഴമേറിയ ആ ബഷീറിന്റെ കൃതികളിലെ ലാളിത്യം നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ബഷീറിന്റെ കൃതികളൊക്കെ നമുക്ക് പരിചിതമാണ്. എന്നാൽ ബഷീറിന്റെ കൃതികളെ വിവർത്തനം ചെയ്യുമ്പോൾ, മൊഴിമാറ്റം ചെയ്യുമ്പോൾ, വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ബഷീറിയൻ ഭാഷയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിവർത്തകനായ ആർ.ഇ. ആഷർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൃതികളെ വിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നുവെന്ന് പലപ്പോഴായി എഴുതിയിട്ടുണ്ട്. ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്ന് പറയുന്ന എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്ന ബഷീറിന്റെ തലക്കെട്ട് പോലും വിവർത്തനം ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ അത്രയേറെ അനന്യത പുലർത്തുന്ന മൗലികതയുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കൃതിയിലെ കുഴിയാന എന്നുള്ള വാക്കിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വിവർത്തനം ചെയ്യാൻ വേണ്ടി ആൻഡ് ലയൺ എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥം ശരിയായി കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരു പദം ഉണ്ടാക്കേണ്ടി വന്നു. എലഫന്റ് ആൻഡ് എന്ന മറ്റൊരു പദം സൃഷ്ടിക്കേണ്ടി വന്നതിനെ കുറിച്ച്, അതായത് നിലവിൽ ഉള്ള ഭാഷയിലേക്കൊന്നും വിവർത്തനം ചെയ്യാൻ സാധിക്കാത്ത അത്രയും മൗലികത ബഷീറിന്റെ കൃതികളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് എത്രത്തോളം ബഷീറിന്റെ ശൈലി വിവർത്തന പ്രക്രിയയിൽ വിവർത്തകർക്ക് ഒരു ബാലികേറാ മലയായി നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതി. ഇന്ന് ബഷീറിന്റെ കൃതികളെ കുറിച്ചും ബഷീറിന്റെ കൃതികളിലെ വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ബഷീറിനെ കുറിച്ചും ബഷീറിന്റെ കൃതികളുടെ വിവർത്തന സാധ്യതയെക്കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അജിൻസ് പി മുഹമ്മദ് ആണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ വലിയ ധന്യത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ജന്മം കൊണ്ട് നമ്മുടെ നാട്ടുകാരനാണ്. ഇത്രയും കാലം നമുക്ക് അദ്ദേഹത്തെ കോളേജിലേക്ക് വിളിക്കാൻ സാധിച്ചില്ല. എൻ മൂസക്കുട്ടി എന്നുള്ള വിവർത്തകൻ. അദ്ദേഹം സാധാരണഗതിയിൽ വിവർത്തകർക്ക് സാഹിത്യകാരന്മാരെ പോലെയുള്ള ശ്രദ്ധ കിട്ടാറില്ല. എന്നാൽ മൂസക്കുട്ടി എന്ന് പറയുന്ന വിവർത്തകൻ, അദ്ദേഹം ഭാഷയിൽ ചെയ്തു വെച്ചിട്ടുള്ള വിവർത്തനങ്ങളുടെ വലിപ്പം നമ്മളെ അമ്പരപ്പിക്കും. നമ്മുടെ അടുത്ത അയിരൂരിൽ 1951 അദ്ദേഹം ജനിച്ചത്. പിന്നീട് വെളിയങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിലും കോഴിക്കോട് ഫറൂഖ് കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലും സെന്റ് തോമസ് കോളേജുകളിലും ഒക്കെ പഠിക്കുകയും അതിനുശേഷം എക്സ്പ്രസ് പത്രത്തിൽ സബ് എഡിറ്ററായി വർക്ക് ചെയ്തതിനു ശേഷം പിന്നീട് ഒരുപാട് കാലം വിവർത്തനത്തിന് മാത്രമായി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് എൻ മൂസക്കുട്ടി. അദ്ദേഹം വിവർത്തനം ചെയ്ത പുസ്തകങ്ങളുടെ കണക്ക് നമ്മളെ അമ്പരപ്പിക്കും. വൈജ്ഞാനിക മേഖലയിലും ബാലസാഹിത്യത്തിലും പുനരാഖ്യാനം എന്നുള്ള വിഭാഗങ്ങളിലൊക്കെ ആയിട്ട് 100-ലധികം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ തന്നെ 35 എണ്ണത്തിലധികം വിഖ്യാതമായിട്ടുള്ള ക്ലാസിക്കുകളുടെ മലയാള പരിഭാഷയാണ് എന്നുള്ളതാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ചെയ്ത സംഭാവന എന്താണെന്ന് വിലയിരുത്തുമ്പോൾ നമ്മളെ അമ്പരപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അദ്ദേഹം ആ വിവർത്തനത്തിന് വേണ്ടി എത്ര നേരം ചെലവഴിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് 2012 അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ജെയിംസ് ജോയ്സിന്റെ യുലീസസ് എന്നുള്ള പരിഭാഷ. ആ പുസ്തകം 1244 പേജാണുള്ളത്. 3 വർഷത്തോളം എടുത്താണ് അദ്ദേഹം ആ പുസ്തകം വിവർത്തനം ചെയ്തത്. കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത ആ പുസ്തകം ഇന്ത്യൻ ഭാഷയിൽ തന്നെ യുലീസസിന് വരുന്ന ആദ്യത്തെ ഒരു പരിഭാഷയാണ്. ഇപ്പൊ വിവർത്തനത്തിന് വേണ്ടി ഇത്രയധികം സമയം ചെലവഴിച്ച, വിവർത്തനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ നമ്മുടെ കോളേജിലേക്ക് ഈ പ്രഭാഷണത്തിന് ലഭിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു, വളരെ സന്തോഷിക്കുന്നു.
അതോടൊപ്പം വളരെ വ്യക്തിപരമായിട്ട് മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വിവർത്തനം എഴുത്തുകാരിയുടെ മുറി എന്നുള്ള വിവർത്തന പുസ്തകത്തിൽ അതെനിക്ക് വിവാഹ സമ്മാനമായിട്ട് എൻ്റെ സുഹൃത്ത് തരികയുണ്ടായി. ആ പുസ്തകം മറിച്ചു നോക്കുമ്പോഴൊക്കെ എത്രത്തോളം വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും കുടുംബം വേണോ, കുട്ടികൾ വേണോ, ജോലി വേണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ ആ പുസ്തകം പലപ്പോഴും എനിക്ക് വളരെയധികം ഒരു വായിക്കും തോറും ആ പുസ്തകം സ്ത്രീ ആയിരിക്കാൻ, തൻ്റെ ഇടത്തോടുകൂടി ഇരിക്കാനൊക്കെ എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചിട്ടുള്ള പുസ്തകമാണ്. ആ ഒരൊറ്റ പുസ്തകത്തോടെയാണ് ഞാൻ മൂസക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരനെ, വിവർത്തകനെ പരിചയപ്പെടുന്നത്. വളരെ ലളിതമായി, വളരെ മനോഹരമായി വിവർത്തനം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന് ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് നമ്മുടെ കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ, എൻ്റെ സഹപ്രവർത്തകൻ സഫ്ര സലീം മാഷുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളവർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പൽ അജിം സാറിനെ ക്ഷണിക്കുന്നു. സാർ. താങ്ക് യു ജയശ്രീ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബഷീർ സ്മൃതിയിൽ വിവർത്തനത്തിലെ ബഷീർ എന്ന വിഷയവുമായി പ്രതിപാദിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രശസ്ത വിവർത്തകൻ ശ്രീ മൂസക്കുട്ടി അവർകൾ, കോളേജിന്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റായ ശ്രീ മുഹമ്മദ് റഷീദിക്ക, ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ ജയശ്രീ, സഫ്രാസ്, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മറ്റ് സഹപ്രവർത്തകർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജൂലൈ മാസം 5-ാം തീയതി നമ്മൾ ബഷീറിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ ആ ദിവസത്തെ കാണുന്നത്. വളരെ രീതിയിൽ എഴുതി നമ്മളോട് സംവദിച്ച ആ ഒരു മഹാപ്രതിഭയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ നമ്മൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾക്ക് ശരിക്കും ഒരു ആമുഖം ആവശ്യമില്ല. മലയാളം അറിയാവുന്നവർ ഒരിക്കലെങ്കിലും ബഷീറിനെ കുറിച്ച് കേട്ടിരിക്കും. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഭാഷയിൽ കഥ പറഞ്ഞാണ് ബഷീർ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു പല കഥകളും. സ്വാതന്ത്ര്യ സമരത്തിന്റെയും മർദ്ദനമേറ്റതിന്റെയും അലഞ്ഞു നടന്നതിന്റെയും കഥകൾ. ആലങ്കാരിക പദങ്ങളുടെ ആർഭാടമില്ലാതെ, നമുക്കെല്ലാം അറിയാം, ഇന്നിപ്പോ ചില വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ കഥകളിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്താണെന്ന് അതിന്റെ അർത്ഥം പോലും നമുക്ക് അറിയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല കഥകളൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള ആലങ്കാരിക പദങ്ങളുടെ ആർഭാടമില്ലാതെ ഏവർക്കും മനസ്സിലാകുന്ന കഥകൾ ബഷീർ പങ്കുവച്ചു. മലയാള സാഹിത്യ ലോകത്ത് ഒറ്റ മരമായി ബഷീറിന്റെ കൃതികൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ബഷീറിന്റെ എഴുത്ത് ബഷീറിന്റെ മാത്രം എഴുത്താണ്. ബഷീറിന് മുൻപോ ബഷീറിന് ശേഷമോ ഈ രീതിയിൽ കഥകൾ എഴുതിയ വേറൊരാളെ പോലും നമുക്ക് കാണിച്ചു തരാനായിട്ട് ഉണ്ടാകില്ല. ആ ഒരു രീതിയിലുള്ള അത്രയും മനോഹരമായ ഒരു ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. കാലത്തിന് മുൻപേ ബഷീർ സഞ്ചരിച്ചുവെങ്കിൽ കാലത്തിനൊപ്പം അദ്ദേഹത്തിന്റെ കഥകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏത് കാലത്തും ബഷീറിന്റെ കഥകളുടെ തട്ട് താണ് തന്നെ ഇരിക്കും. നാട്ടിൻപുറത്തെ ചായക്കടയിലിരുന്ന്, ഇന്ന് നമ്മൾക്കെല്ലാം അന്യമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്, നാട്ടിൻപുറത്തെ ചായക്കടയിലിരുന്ന് രണ്ടാൾക്കാർ സംസാരിക്കുന്ന രീതിയിൽ ബഷീർ കഥ പറഞ്ഞു. ഒരുപോലെ വായിക്കാൻ വേണ്ടിയാണ് ബഷീർ എഴുതിയത് അത്രയും. അതുകൊണ്ട് ആ കൃതികളെല്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പടരുന്നു. ഇനി എത്ര തലമുറ വന്നാലും വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥകളെല്ലാം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. അത് തലമുറകൾ മാറി 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 അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിന്റെ ആ ഒരു ദിവസം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മലയാളം ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് മുഖ്യ അതിഥിയായി ലഭിച്ചിരിക്കുന്ന ശ്രീ മൂസക്കുട്ടി അവർകൾ, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ജയശ്രീ പറഞ്ഞപ്പോൾ ഞാൻ അത്രയും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരുന്നില്ല. വിവർത്തകൻ എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ഈ പറയുന്ന ഇത്രയും ബൃഹത്തായ രീതിയിൽ വിവർത്തനം നിർവഹിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജയശ്രീയുടെ അവതരണത്തിൽ നിന്നാണ് മനസ്സിലായത്. വളരെ സന്തോഷം, അങ്ങയെ പോലുള്ള ഒരാളെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് മുഖ്യ അതിഥിയായി ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി മൂസക്കുട്ടി സാറിനെ ക്ഷണിക്കുന്നു. സാർ. ഓക്കെ, നന്ദി.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റു ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് നമുക്ക് എന്തിനാണ് നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം. അതെല്ലാം ഡോക്ടർ ജയശ്രീയും പ്രിൻസിപ്പലും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഇനി ഞാൻ പറയേണ്ടതില്ല. അതൊക്കെ എൻ്റെ വിഷയം ഇവിടെ വിവർത്തനത്തിലെ ബഷീർ എന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. അത് ജനറലായിട്ട് പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ആകെ അനുവദിച്ചിട്ടുള്ളത് 45 മിനിറ്റ് മറ്റാണെന്ന് തോന്നുന്നു. ഏതായാലും 45 മിനിറ്റിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കാം. ഇനി സമയം ബാക്കി ഉണ്ടെങ്കിൽ വിവർത്തനത്തെക്കുറിച്ച് പൊതുവെ എന്തെങ്കിലും പറയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തുടങ്ങി വെക്കുകയാണ്. ബഷീറിൻ്റെ വിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ആമുഖമായി ചുരുക്കി പറയേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, വിവർത്തനം എന്ന പ്രക്രിയ പൊതുവെ ദുഷ്കരമായ ഒന്നാണ്. ഒരു ഭാഷയിലെ ആശയങ്ങളെയും വികാരങ്ങളെയും അതേപടി മറ്റൊരു ഭാഷയിലേക്ക് ആവഹിപ്പിക്കുക ഒട്ടും എളുപ്പമല്ല. ഇത് ഭാഷയുടെ മാത്രം പ്രശ്നമല്ല, ആ ഭാഷ പ്രസരിപ്പിക്കുന്ന സംസ്കാരത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടുക കൂടിയാണ് വിവർത്തകൻ ചെയ്യുന്നത്. ദേശങ്ങൾ വ്യത്യസ്തപ്പെടും തോറും ഭാഷയുടെ സങ്കീർണതയും കൂടി വരും. ഉദാഹരണമായി, ഒരു ഇന്ത്യൻ ഭാഷയിൽ നിന്ന് മറ്റൊരു ഇന്ത്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക താരതമ്യേന പ്രയാസം കുറഞ്ഞ ഒന്നാണ്. ഇത് ദ്രാവിഡ ഭാഷകളായ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവ തമ്മിലാകുമ്പോൾ പ്രയാസം ഒന്നുകൂടി കുറയും. എന്നാൽ ഒരു യൂറോപ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്കോ മലയാളത്തിൽ നിന്ന് ഒരു യൂറോപ്യൻ ഭാഷയിലേക്കോ വിവർത്തനം നിർവഹിക്കുമ്പോൾ ഈ പ്രയാസം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. വാക്യഘടനയിലും വ്യാകരണത്തിലും വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സംസ്കാര വൈജാത്യത്തിലുമുള്ള സങ്കീർണതയാണ് പരിഭാഷ ദുഷ്കരമാക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ബഷീറിയൻ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ മറ്റേതൊരു കൃതിയേക്കാളും ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുക വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നാണ്. ബഷീർ ഭാഷയുടെ മുഖമുദ്ര നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ലാളിത്യമാണെങ്കിലും പരിഭാഷയ്ക്ക് വഴങ്ങാത്തതാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയാറുണ്ട്. അതേസമയം ഉപരിപ്ലവമായി നോക്കിയാൽ ബഷീറിൻ്റെ നോവലുകളും ചെറുകഥകളും പരിഭാഷയ്ക്ക് എളുപ്പം വഴങ്ങുന്നവയാണെന്ന് തോന്നലാണ് നമുക്കുണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ബഷീറിൻ്റെ ഭാഷ ഘടനാപരമായി താരതമ്യേന ലളിതമാണ്, ആധുനിക മലയാളമാണ്. ഇപ്പോഴും അത് ബഷീറിൻ്റെ കാലത്തുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ആ ഭാഷ ആധുനികമായിട്ടാണ് നമുക്ക് തോന്നുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഖ്യാനത്തിന് ഊന്നൽ നൽകേണ്ട ഭാഗങ്ങളിൽ പോലും സംസാര ഭാഷയുടെ രചനാരീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലുപരി പദാവലി പരിമിതവുമാണ്. ബഷീർ കൃതികൾ വായിക്കുന്നവർ ഭാഷയുടെ ഒഴുക്കിലാണ് ആദ്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ രചനാശൈലിക്ക് കബളിപ്പിക്കുന്ന അഥവാ വ്യാമോഹിപ്പിക്കുന്ന ഒരു ലാളിത്യം, ഇംഗ്ലീഷിൽ ഡിസെപ്റ്റീവ് സിംപ്ലിസിറ്റി എന്ന് പറയും, ഉണ്ട്. ഈ ലാളിത്യം മറ്റൊരു ഭാഷയിലേക്ക് അതേപടി പകർത്തുക എന്നതാണ് ഏറെ പ്രശ്നം. ശാസ്ത്രമോ തത്വചിന്തയോ വിവർത്തനം ചെയ്യുന്നത് പോലെ എളുപ്പമല്ല ഫിക്ഷൻ, വിശേഷിച്ച് നാടൻ ഭാഷയും സംസ്കാരത്തനിമയും നിഴലിക്കുന്ന ആഖ്യാന ശൈലിയുള്ളവ. സങ്കീർണമായ ഈ ലാളിത്യം മാത്രമല്ല പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ബഷീറിൻ്റെ കൃതികളിലായാലും തകഴിയുടെ കൃതികളിലായാലും കേരളീയ സാംസ്കാരിക സാഹചര്യങ്ങളിലുള്ള പല വാക്കുകൾക്കും സമാനമായ ഇംഗ്ലീഷ് പദങ്ങളില്ല. ഉദാഹരണത്തിന്, കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളോട് ബന്ധപ്പെട്ട മിക്ക വാക്കുകൾക്കും തുല്യമായ ഇംഗ്ലീഷ് പദങ്ങളില്ല. ഉദാഹരണം ശാന്തി, പൂജാരി, തീർത്ഥം, പ്രസാദം, നിവേദ്യം, അങ്ങനെ തുടങ്ങി പല വാക്കുകൾ. അതുപോലെ തന്നെ മലയാളത്തിലെ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അതിൻ്റെ അർത്ഥവും ഭാവവും നഷ്ടപ്പെടാതെ ഇംഗ്ലീഷിലാക്കുക വിഷമമേറിയ കാര്യമാണ്. ഉദാഹരണം പറയാം,
ചേട്ടൻ എന്നോ ഇക്കാക്ക എന്നോ ഉള്ള വാക്കുകൾ എൽഡർ ബ്രദർ എന്ന പരിഭാഷപ്പെടുത്തുമ്പോൾ അർത്ഥം ശരിയായെന്ന് വരും. എന്നാൽ ഒരു സംസ്കാരത്തെ ധ്വനിപ്പിക്കാൻ അത് മതിയാവില്ല. ഇക്കാക്ക മുസ്ലിം ബന്ധുത്വ സംജ്ഞയിലും ചേട്ടൻ ഹിന്ദു ബന്ധുത്വ സംജ്ഞയിലും അച്ചായൻ ക്രൈസ്തവ ബന്ധുത്വ സംജ്ഞയിലും പെടുന്നവയാണ്. ഇനി മറ്റൊന്ന്, അമ്മാവൻ എന്ന് നാം പറയുമ്പോൾ അത് അമ്മയുടെ സഹോദരനെയോ അമ്മായിയുടെ ഭർത്താവിനെയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് സമാന പദം ഇംഗ്ലീഷിൽ അങ്കിൾ എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അച്ഛൻ്റെ സഹോദരന്മാരെയും അങ്കിൾ എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കത് ചെറിയച്ഛനോ വലിയച്ഛനോ എളാപ്പയോ മൂത്താപ്പയോ ഒക്കെയാണ്. അതിനാൽ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും മനസ്സിലാക്കി വേണം വിവർത്തകൻ അങ്കിൾ എന്ന പദത്തെ കൈകാര്യം ചെയ്യേണ്ടത്. സന്ദർഭവശാൽ ചൂണ്ടിക്കാണിക്കുകയാണ്, 1001 രാവുകൾ വിവർത്തനം ചെയ്ത ഒരു പ്രൊഫസർ ഇസ്ലാമിക സംസ്കാരം മനസ്സിലാക്കാതെ എളാപ്പയെ അമ്മാവൻ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ 1001 രാവുകൾ ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അധികം താമസിയാതെ മാതൃഭൂമി പുറത്തിറക്കും. ഇവിടെ ചെറിയച്ഛൻ എന്നായിരുന്നെങ്കിൽ പോലും അത് ക്ഷന്തവ്യമാകുമായിരുന്നു. ഇവിടെയെല്ലാം അതത് ഭാഷകളുടെ സംസ്കാരമാണ് പ്രതിഫലിക്കുന്നത്. ഓണ്ട് ഇംഗ്ലീഷിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരിയാണ്. നമുക്കത് ഇളയമ്മയോ വല്യമ്മയോ അമ്മായിയോ ആകാം. ഇളയമ്മയ്ക്ക് നാം മദേഴ്സ് യങ്ങർ സിസ്റ്റർ എന്ന് തന്നെ പറയണം. പകരം യങ്ങർ മദർ എന്ന് പറഞ്ഞാൽ യുവതിയായ അമ്മ എന്നേ അർത്ഥം ലഭിക്കൂ. മലയാള സാഹിത്യത്തിലെ പ്രമുഖരായ എഴുത്തുകാരെ, വിശേഷിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇംഗ്ലീഷുകാരനായ R.E. ആഷറാണ്. ദ്രാവിഡ ഭാഷകളിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ പ്രാവീണ്യം നേടിയ ഇദ്ദേഹത്തിന് ബഷീർ കൃതികളോട് ഒരു സവിശേഷ മമത തന്നെയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 6 കൃതികൾ ആഷർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആഷർ വിവർത്തനം നിർവഹിച്ച ബഷീറിൻ്റെ ബാല്യകാല സഖി, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട് എന്നീ 3 നോവലുകൾ മീ ഗ്രാൻഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്ന പേരിൽ ഒറ്റ പുസ്തകമായി എഡിൻബറോ യൂണിവേഴ്സിറ്റി പ്രസ് 1980 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ആ ടൈറ്റിൽ ശ്രദ്ധിക്കണം, മീ ഗ്രാൻഡാഡ് ആഡ് ആൻ എലിഫന്റ്. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നതിൻ്റെ അദ്ദേഹം കൊടുത്ത വിവർത്തനമാണ്. ഗ്രാൻഡ് ഡാഡിന് ഗ്രാൻഡ് ഡാഡ് എന്ന് ഒന്നിച്ചാണ്. ഗ്രാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഡാഡല്ല, ഗ്രാൻഡ് ഡാഡ്. ഹാഡ് എന്നുള്ളതിന് ആഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എലിഫന്റ് അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതേ എഫക്റ്റ് വരാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാളികൾ ചെയ്യുന്നത് പോലെ മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലിഫന്റ് എന്നൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊരു തരം അച്ചടി ഭാഷയായി പോകും. അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നില്ല. ആ നാടൻ ആ സംസാര ശൈലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീഡ് ഗ്രാൻഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്ന ടൈറ്റിൽ പോലും അങ്ങനെ ആക്കിയത്. ഈ ഗ്രന്ഥത്തിന്റെ പേരിലാണ് ബഷീറിനെ നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കാൻ നിർദ്ദേശിച്ചത്. എന്നാൽ മലയാള സാഹിത്യത്തിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്തിനു പറയുന്നു, മലയാളത്തിലെ മറ്റ് ഏതൊരു സാഹിത്യകാരനേക്കാളും വലിയവനായ അദ്ദേഹത്തിന് ഒരു ജ്ഞാനപീഠ പുരസ്കാരം പോലും ലഭിച്ചില്ല എന്നതാണ് വൈരുദ്ധ്യം. ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കൃതികൾ ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഒരു യോഗം ചേരുകയുണ്ടായി. പരിഭാഷപ്പെടുത്താവുന്നവയായി നിർദ്ദേശിക്കപ്പെട്ട ഭാരതീയ കൃതികളിൽ 2 മലയാള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് O. ചന്തുമേനോന്റെ ഇന്ദുലേഖയും മറ്റേത് ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. മികച്ച ലോക സാഹിത്യ കൃതികളോട് കിടപിടിക്കുന്നതാണ് ബഷീറിന്റെയും തകഴിയുടെയും കൃതികളെന്ന് R.E. ആഷർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നത് മലയാളികൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു ബാല്യകാല സഖിയെ അപേക്ഷിച്ച് സങ്കീർണമാണെന്ന് ആഷർ പറയുന്നു. സുഹ്റയുടെയും മജീദിന്റെയും കഥന പ്രണയകഥ
സൂക്ഷ്മമായിട്ടാണെങ്കിലും നേരെ ചൊവ്വേ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നു എന്ന നോവലും ഒരു പ്രണയകഥയാണ് പറയുന്നത്, കുഞ്ഞിപ്പാത്തുമ്മയുടെ പ്രണയകഥ. പക്ഷേ പ്രണയകഥകളിൽ ഉപരിയായി ചില കാര്യങ്ങൾ കൂടി എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നു ആവിഷ്കരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതാവിഷ്കാരവും സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായ നിശബ്ദ വിമർശനവും നർമ്മത്തിൻ്റെ മേമ്പടി ചാലിച്ച് ഈ കൃതിയിൽ ഓളം വെട്ടുന്നു. മാത്രമല്ല ആഖ്യാനം, വികാരം, ആക്ഷേപഹാസ്യം, ഫലിതം, നാടോടിക്കഥ, മതവിശ്വാസം, മതചടങ്ങുകൾ, നാടൻ ആചാരങ്ങൾ, സാമൂഹ്യ വിമർശം തുടങ്ങിയ വൈവിധ്യം നിറഞ്ഞ ഘടകങ്ങൾ അതീവ കൗശലത്തോടെ ഈടും പാവും എന്ന വണ്ണം ഈ കൃതിയിൽ നെയ്തു ചേർത്തിരിക്കുന്നു. ഈ വക സവിശേഷതകൾ മൂലം മറ്റൊരു ഭാഷയിലേക്ക്, അതും ഒരു യൂറോപ്യൻ ഭാഷയിലേക്ക് ബഷീർ കൃതികളെ ഭാഷാന്തരം ചെയ്യുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണെന്ന് ആഷർ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നു എന്ന പുസ്തക ശീർഷകത്തിനോട് തന്നെയും അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ടാണ് ആഷർ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. സർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഇടയില്. സാറിന്റെ മുഖം കാണുന്നില്ല. മുഖം ശരി, ഇപ്പൊ കാണാം. താങ്ക് യു സർ. അല്ലാതെ താഴ്ന്നിരിക്കുന്നതുകൊണ്ടാവുന്നുണ്ട്. എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നതിന്റെ ടൈറ്റിലടക്കം തർജ്ജമ ചെയ്യുന്നതില് ആർ.ഇ. ആഷർ വളരെ തനിമ പുലർത്തുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നു എന്നുള്ള മീ ഗ്രാൻഡ് ആൻഡ് എലിഫന്റ്, അത് വളരെ പ്രശസ്തമാണ് ആ ടൈറ്റിൽ തന്നെ. അതായത് ആർ.ഇ. ആഷർ പരിഭാഷപ്പെടുത്തിയ ടൈറ്റില്. അത് അദ്ദേഹം നാടൻ ഭാഷ കൈമോശം വന്നു പോകരുത് എന്നൊരു നിഷ്കർഷയുള്ളത് കൊണ്ടാണ് അത്തരമൊരു പ്രയോഗം അതിൽ ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൽ അവഗാഹമുള്ള ആഷർ ചെയ്തപ്പോൾ വിവർത്തനം 99% സത്യസന്ധമായി. ഇത്രയധികം വിജയിക്കാനുള്ള കാരണം അതാണ്. ആഷറിന്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. അതുപോലെ അദ്ദേഹത്തിന് മലയാളത്തിനോടേറെ താല്പര്യമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അവഗാഹം നേടുകയും ചെയ്തു. രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ വിവർത്തനം 99% കുറ്റമറ്റതായി. ഒരു വിവർത്തനവും 100% കുറ്റമറ്റതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു വിവർത്തനത്തിനെ അതേപോലെ തന്നെ മറ്റൊരു വിവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ആർക്കും ഈ ലോകത്ത് സാധ്യമായ ഒരു കാര്യമല്ല. ഇതേ കൃതിയിൽ കുഴിയാനയ്ക്ക് വിവർത്തനം നൽകിയിരിക്കുന്നത് ആൻഡ് എലിഫന്റ് എന്നാണ്. അത് ഡോക്ടർ ജയശ്രീ നേരത്തെ പറഞ്ഞു. കുഴിയാനയുടെ ഇംഗ്ലീഷ് പദം ആൻഡ് ലയേൺ എന്നാണ്. ഇത് ശ്രദ്ധിക്കണം, ആൻഡ് ലയേൺ. എന്നാൽ കുഴിയാനയുടെ ശരിയായ ഭാവവും വികാരവും വരുത്താൻ വേണ്ടിയാണ് ആഷർ ആൻഡ് എലിഫന്റ് എന്നാക്കിയത്. അതുപോലെ എൻ്റെ ഉപ്പൂപ്പാക്കൊര ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ആനമക്കാർ എന്നൊരു പദമുണ്ട്. അതിനെ എലിഫന്റ് മക്കാർ എന്ന് വിവർത്തനം ചെയ്താൽ അതൊരു മനുഷ്യനാണെന്ന പ്രതീതി ജനിപ്പിക്കുകയില്ല. അത് ഗുരുവായൂർ കേശവനെന്നോ ഗുരുവായൂർ പത്മനാഭനെന്നോ ഒക്കെ പറയും പോലെ നമുക്ക് തോന്നും. അതിനാലാവണം ആഷർ ഒരു പൊടിക്കൈ പ്രയോഗിച്ചത്. അദ്ദേഹം ആനമക്കാർ എന്ന് തന്നെ വിവർത്തനം ചെയ്തു. അദ്ദേഹം അത് വേറെ നിലക്ക് മാറ്റിയാൽ ആനമക്കാർ എന്ന് തന്നെ, പിന്നെ അത് അടിക്കുറിപ്പ് കൊടുക്കുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതേപോലെ ചെമ്മീൻ അടിമയെ വിവർത്തനം ചെയ്തത് ഷ്രിംപ് ഡീലർ അടിമ എന്നായിരുന്നു. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചാണ് ഓരോ വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. കുപ്പായത്തെ ബ്ലൗസ് എന്ന് വിവർത്തനം ചെയ്യാമെങ്കിലും ബ്ലൗസ് എന്ന കുപ്പായം എന്നെഴുതിയതിന് ആഷർ കുപ്പായം എന്ന് തന്നെ വിവർത്തനം ചെയ്തു. നീണ്ട കൈയുള്ളതും അരക്കെട്ട് മൂടിക്കിടക്കുന്നതുമാണ് പഴയ കാലത്തെ യാഥാസ്ഥിക മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന ബ്ലൗസ് അഥവാ നീളൻ കുപ്പായം. ഇതിനെ പെൺകുപ്പായം എന്നും പഴയകാലത്ത് സ്ത്രീകൾ പറയാറുണ്ട്. ബഷീറിന്റെ ഇതര കൃതികളെ അപേക്ഷിച്ച് സങ്കീർണതകൾ കുറവാണെങ്കിലും ബാല്യകാല സഖിയും ആഷറെ കുഴക്കിയ വിവർത്തനമായിരുന്നു.
ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും പ്രത്യേകമായി ചെകിഞ്ഞു ചെത്തി മിനുക്കിയെടുത്തതാണ് ഇതിലെ ഓരോ വാക്കും. ബാഹ്യമായ വാചാടോപം ഒട്ടുമില്ല, ദുർമേധസ് തീരെയില്ല. വളരെ സാന്ദ്രവും അതീവ പദനിഷ്ഠ പുലർത്തുന്നതുമാണ് ആഖ്യാന ശൈലി. 500 പേജുകൾ ഉണ്ടായിരുന്ന ബാല്യകാലസഖി ആറ്റിക്കുറുക്കി 85 പേജുകളിൽ ഒതുക്കിയപ്പോഴുണ്ടായ ഗുണഫലമാണിത്. അതിനാൽ വിവർത്തകന് ലക്ഷ്യഭാഷയിൽ ഒരു വാക്ക് തെറ്റിയാൽ പോലും അത് മൂലഗ്രന്ഥകാരനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ലോക സാഹിത്യത്തിലും ഇതുപോലെ നോബൽ സമ്മാനം കിട്ടിയ പല കൃതികളും ആറ്റിക്കുറുക്കി ചെറുതാക്കിയിട്ടുണ്ട്. T.S. ഇലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ്, സോമർസെറ്റ് മോമിന്റെ കിഴവനും കടലും, ഇതൊക്കെ വളരെ ചെറുത്, 100 പേജിലും താഴെയുള്ളൂ. അതിനൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഒരു വലിയൊരു കൃതിയുടെ മഹിമ അതിന്റെ വലുപ്പമല്ല. അങ്ങനെയാണെങ്കിൽ അവകാശികൾക്കും റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റിനൊക്കെ അവാർഡ് കിട്ടുമായിരുന്നു. ബാല്യകാലസഖി എന്ന നോവലിന്റെ പേര് തന്നെയും വിവർത്തകനെ വട്ടം കറക്കുന്ന ഒന്നാണ്. സഖി എന്നതിന് തുല്യമായി ഇംഗ്ലീഷിൽ ഒരു പദമില്ല. ബാല്യകാലസഖിക്ക് ഗേൾഫ്രണ്ട് എന്ന വിവർത്തനം അനുയോജ്യമാവില്ല. അത് ശരിയായ അർത്ഥപ്രതീതി ജനിപ്പിക്കുന്നില്ല. അതിനാൽ ഈ സമസ്ത പദത്തിന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന വിവർത്തനമായിരിക്കും കുറെ കൂടി യോജിക്കുക. പക്ഷേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകാം. അത് പെൺകുട്ടിയാണെന്നത് വായനക്കാർ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി മറ്റൊരു സന്ദർഭം, സാരി, മുണ്ട്, ധോത്തി എന്നീ പദങ്ങൾ മലയാള സംസ്കാരവുമായി ബന്ധപ്പെട്ടവ ആയതിനാൽ ഇവയെല്ലാം അതേപടി കൊടുത്തിരിക്കുകയാണ് വിവർത്തകനായ ആശ. അതിനെ ഇംഗ്ലീഷിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇംഗ്ലീഷിലാക്കിയാൽ അത് വൈകൃതമായി പോകുന്നു അദ്ദേഹത്തിന് തോന്നിക്കാണും. ഈ അവസരത്തിൽ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ എൻ്റെ പറമ്പിൽ പോയി തൂറിക്കോ എന്നൊരു ഇംഗ്ലീഷ് ലിപിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓർമ്മിക്കാം. അതിന്റെ യഥാർത്ഥ എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് അരുന്ധതി റോയ് ഈ എൻ്റെ പറമ്പിൽ പോയി തൂറിക്കോ എന്ന് കൊടുത്തത്. ഖൽബ്, ഹലാൽ, ഹജ്ജ്, താലിക്ക് പകരം നാം പറയുന്ന അരിക്കത്ത് അഥവാ ഹൽക്കത്ത് തുടങ്ങിയ അറബി ഭാഷാ പദങ്ങൾ മലയാളത്തിൽ ഇത് പൂർണ്ണമായും സ്വാംശീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ നമുക്ക് മലയാളം എന്ന പോലെ സുപരിചിതമാണ്. എൻ്റെ ഉപ്പൂപ്പാക്കർ ആനണ്ടാർന്നിലെ പത്രാസുകാരിയെ ഷോ ഓഫ് എന്നും സില്ലി നിന്നിയെ കള്ള ബുദ്ധൂസ് എന്നുമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. പത്രാസുകാരിയെ ഷോ ഓഫ് എന്നും സില്ലി നിന്നിയെ കള്ള ബുദ്ധൂസ് എന്നുമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവ പോലും പൂർണ്ണ സ്വാരസ്യം ജനിപ്പിക്കുന്നില്ലെന്ന് ആഷർ തുറന്നു സമ്മതിക്കുന്നു. അദ്ദേഹത്തിന്റെ തെറ്റുകൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതായത് വിവർത്തനം ഒരിക്കലും പൂർണ്ണമാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ തകഴിയുടെ ചെമ്മീൻ വിവർത്തനത്തിൽ നാരായണമേനോൻ കൊച്ചുകള്ളിക്ക് നൽകിയ ലിറ്റിൽ തീഫ് എന്നതിനേക്കാളും പൊന്നിൻകുടത്തിന് ഗോൾഡൻ പോട്ട് എന്നതിനേക്കാളും എത്രയോ ഉചിതവും യോഗ്യവുമാണിവ. അവ യഥാക്രമം, ഇത് എൻ്റെ ട്രാൻസ്ലേഷനാണ്, മിസ്ചീവസ് ഗേൾ എന്നോ ഡിയർ ഹണി എന്നോ യഥാക്രമം വിവർത്തനം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. ഇങ്ങനെയൊക്കെ ചെയ്താലേ അത് ഇംഗ്ലീഷുകാർക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ലിറ്റിൽ തീഫ്, ഗോൾഡൻ പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇംഗ്ലീഷുകാർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അവരുടേതായിട്ടുള്ള ഭാഷയിൽ വേണം. അപ്പൊ അതിന് ഉദാഹരണം തൃശ്ശൂർക്കാർ പറയാറുള്ള ഒരു വാക്കാണ് ചുറ്റിക്കളി. എന്തൊരു ചുറ്റിക്കളി നടക്കുന്നുണ്ടല്ലോ അവിടെ എന്ന് പറയാറുണ്ട്. അതിന് ശരിക്കും ഒരു റൗണ്ട് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാലൊന്നും അർത്ഥം അങ്ങനെ ഈ നാരായണമാനം വിവർത്തനം ചെയ്ത പോലെ ചെയ്താൽ അത് വായിക്കുന്ന ഇംഗ്ലീഷുകാർക്ക് ഒരു രൂപം കിട്ടില്ല. അതുകൊണ്ട് സംതിങ് ഫിഷി എന്ന് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവൂ. എന്തോ ഒരു സംതിങ് ഫിഷി, ഒരു ചുറ്റിക്കളി, ഒരു വേണ്ടായിക നടക്കുന്നുണ്ട് എന്നർത്ഥം. ഭാഷയുടെ സ്വരവിശേഷതയും ശൈലീഭേദങ്ങളും ഉൾക്കൊണ്ട്
സംഭാഷണങ്ങൾ പരിഭാഷപ്പെടുത്തുക എളുപ്പമല്ലെന്ന് ആഷർ പറയുന്നു. എൻ്റെ ഉപ്പൂപ്പാക്കർ ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ആയിഷ കുഞ്ഞു പാത്തുമ്മയെ ശരിയായ മലയാള ഉച്ചാരണവും ശരിയായ മലയാള പദപ്രയോഗങ്ങളും പഠിപ്പിക്കുന്ന രസകരമായ ഒരു ഭാഗമുണ്ട്. സുന്ദരി, അതിന് കുഞ്ഞു പാത്തുമ്മ പറയുന്നത് തുന്നരി എന്നാണ്. രാത്രി, ലാത്തിരി. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട് എന്നാണ്. എൻ്റെ വിവാഹം, എൻ്റെ വിഭാഗം. വഴി, വഴി തുടങ്ങിയ പദങ്ങളിൽ വാക്കുകൾ തമ്മിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യത്യാസം വിവർത്തനത്തിൽ കൈവരുത്താൻ നിലവാരം കുറഞ്ഞതോ ഗ്രാമ്യമായതോ ആയ ശൈലീ വ്യത്യാസമാണ് ആഷർ സസൂക്ഷ്മം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിലും ഇവയൊന്നും കുഞ്ഞുപാത്തുമ്മയുടെ മലയാള ഉച്ചാരണത്തിന് പകരം നിൽക്കുന്നില്ല. ഒരു വിവർത്തകന് ഇത്രയും സങ്കീർണാവസ്ഥയിൽ ഇത്രയൊക്കെ സാധ്യമാകൂ. വിവർത്തനത്തിൽ ലോകം പൊതുവെ അംഗീകരിച്ച പദാനുപദ വിവർത്തന രീതിയാണ് ആഷർ ബഷീർ കൃതികളിൽ അനുവർത്തിച്ചിരിക്കുന്നത്. അതേസമയം പാരായണ യോഗ്യതയും ഒഴുക്കും ഒറിജിനാലിറ്റിയും നിലനിർത്തിയിരിക്കുന്നു. ഒറിജിനലിന് തുല്യമായ പ്രയോഗങ്ങൾ വിവർത്തനത്തിനും തുല്യമായിരിക്കണം എന്ന ഉറച്ച അഭിപ്രായക്കാരനാണ് ആഷർ. ബഷീർ കൃതികളുടെ വിവർത്തനത്തോടെ മലയാളത്തിലെ നിരവധി വാക്കുകൾ കോളിൻസ്, ഓക്സ്ഫോർഡ്, വെബ്സ്റ്റർ തുടങ്ങിയ ഇംഗ്ലീഷ് നിഘണ്ടുക്കളിലും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലും ആർ. ഇ. ആഷർ എത്തിച്ചു. അത് മലയാളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ഇത് 100ഓളം വാക്കുകൾ അങ്ങനെ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അവിയൽ, ബീഡി, ബീഗം, ബീബി, ബിരിയാണി, ചക്രം, ധോത്തി, ഹലാൽ, ഇദ്ലീസ്, ഇക്കാക്ക, ഇമാം, ജുബ, കാലൻ, കഞ്ഞി, കുപ്പായം, മഗ്‌രിബ്, മുണ്ട്, നിക്കാഹ്, ആശാൻ, പന്തൽ, പണ്ഡിറ്റ്, പരശുരാമൻ, പത്തിരി, പുട്ട്, സലാം, സാമ്പാർ, സന്യാസി, സാരി, സത്യാഗ്രഹം, സ്വാമിജി, താലി, ഉമ്മ, ഉപ്പാപ്പ, സക്കാത്ത് തുടങ്ങി 100ൽ പരം വാക്കുകൾ ആഷർ ഇംഗ്ലീഷ് പദസമ്പത്തിലേക്ക് മുതൽ കൂട്ടി. ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് വാക്കുകൾ കടം വാങ്ങാൻ ഒരു മടിയില്ലാത്ത ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വാസ്തവത്തിൽ അത് ഒറിജിനലായിട്ട് 25% വാക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ലോകത്തിൽ നിന്ന് കടം എടുത്തിട്ടാണ് അവർ ഇംഗ്ലീഷിനെ അഭിവൃദ്ധിപ്പെടുത്തിയത്. കടം കൊണ്ടാലേ ഒരു ഭാഷ വളരുള്ളൂ. അതിൽ പരിഭാഷ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഏറെ ശ്രമകരമായ ബഷീർ കൃതികളുടെ വിവർത്തനം ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ആഷർ നിർവഹിക്കുക വഴി മലയാള സാഹിത്യത്തിന്റെ യശസ് ലോക സാഹിത്യത്തിൽ ഉയർന്നു. ഇതിന് നാം മലയാളികൾ ആഷറിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇത് സംബന്ധിച്ചത് കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് വിവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. സമയമുണ്ടെങ്കിൽ അത് അധ്യക്ഷൻ അനുവദിക്കുന്ന പ്രകാരം ചെയ്യാം. തീർച്ചയായിട്ടും സർ, ഇത്രയും നേരം ബഷീറിന്റെ വിവർത്തനത്തെ കുറിച്ച് കടം കൊണ്ടാലേ ഭാഷ വളരുകയുള്ളൂ എന്നുള്ള, അതും വിവർത്തനത്തിലൂടെയാണ് ഭാഷ വളരുക എന്നുള്ള ആശയം വ്യക്തമാക്കി തന്നതിന് നന്ദി. ഇനി ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള വിവർത്തനാനുഭവങ്ങളെ കുറിച്ചാണ്. ഇത്രയും പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുള്ള മൂസക്കുട്ടി സാറിന്റെ വിവർത്തനാനുഭവങ്ങളെ കുറിച്ചുകൂടി, എങ്ങനെയാണ് വിവർത്തനം എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? യുലിസസ് പോലെയുള്ള വലിയ പുസ്തകങ്ങളെ വിവർത്തനം ചെയ്യാനുള്ള ക്ഷമ, യഥാർത്ഥത്തിൽ ഒരു സർഗാത്മക സാഹിത്യകാരനേക്കാളും ഒരു വിവർത്തകൻ എന്ന നിലയ്ക്ക് ഭാഷയിൽ നടത്തുന്ന ഒരുപാട് ഇടപെടലുകൾ ഒരു വിവർത്തകനെ സംബന്ധിച്ച് വളരെ പ്രയാസമേറിയതായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാന് എക്സ്പ്രസ് പത്രം എന്നുള്ള പത്രത്തിലാണ് ജോലി ചെയ്തിരുന്നത്. നേരത്തെ ടീച്ചർ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ എക്സ്പ്രസ് പത്രം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ഞാൻ മലയാളം വാരികയിൽ ഒരു പരസ്യം കാണുകയുണ്ടായി. വിവർത്തകരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപേക്ഷിച്ചു. അത് ആലുവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പെൻ ബുക്സ് ആണ് പരസ്യം കൊടുത്തത്. അപേക്ഷിച്ചപ്പോൾ അവര് എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. അത് 2 ചാപ്റ്റർ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കുക, അത് നന്നെങ്കിൽ വിവർത്തനം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഞാനത് അയച്ചു കൊടുത്തു.
അപ്പോൾ വിവർത്തനം കൊള്ളാം, നിങ്ങളെ പാനലിലേക്ക് വിവർത്തക പാനലിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് തുടർന്ന് അത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് വിവർത്തനം നിർവഹിച്ചത് പെൻവിക്സിന് വേണ്ടിയിട്ടാണ്. തുടർന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന HNC അങ്ങനെ ചില സ്ഥാപനങ്ങളൊക്കെ സമീപിച്ചു. ആ സമയത്ത് തന്നെയാണ് വേറൊരു DC ബുക്സിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ വിവർത്തകർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടു. അതിനും അപേക്ഷിച്ചു. അവർ 10 പേജ് ഫിക്ഷനും 10 പേജ് നോൺ ഫിക്ഷനും എന്നെ കൊണ്ട് ചെയ്യിച്ച് അവിടുത്തെ പാനൽ കമ്മിറ്റി പരിശോധിച്ച് എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും അവരെനിക്ക് അയച്ചു തന്നു, അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ വിവർത്തനത്തിൽ എൻ്റെതായിട്ടുള്ള ഒരു ഇടം ഞാൻ സ്ഥാപിച്ചു. യൂലിസസ് ആദ്യം DC ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചെങ്കിലും പിന്നെ അവർ കമ്മിറ്റി കൂടിയപ്പോൾ അത് ചെലവാവില്ല എന്നൊരു ആശങ്ക അവർ അറിയിച്ചതിനെ തുടർന്ന് അവരിത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ സാഹിത്യ അക്കാദമിയെ സമീപിച്ചു. സാഹിത്യ അക്കാദമി കമ്മിറ്റി കൂടി. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ 80 പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത ആളാണ്. ഇത്രയും പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത ആളാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷത്തോടു കൂടി അനുമതി തന്നു. ഞാനത് 2-3 കൊല്ലം എടുത്ത്, അത് 2-3 കൊല്ലം എന്ന് പറഞ്ഞാൽ അശ്രാന്ത പരിശ്രമമാണ്. ഒരു പേജ് ചെയ്യാൻ തന്നെ 3-4 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണം. 4000-ലധികം അടിക്കുറിപ്പുകളാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. എന്നാലേ അത് വായിച്ചാൽ മനസ്സിലാകൂ. അങ്ങനെ യൂലിസസ് ചെയ്തു കൊടുത്തു. ആ യൂലിസസിന് എനിക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 5-6 അവാർഡുകൾ എനിക്ക് വേറെ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് വിവർത്തനം എന്നത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതിനുള്ള വരുമാനമൊന്നും വിവർത്തനം കൊണ്ട് കിട്ടില്ല. മറ്റെന്തെങ്കിലും വരുമാനമുള്ളവർക്ക് പറ്റും. എനിക്ക് വേറെ ചില വരുമാന മാർഗം ഉള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ എനിക്ക് ജേർണലിസ്റ്റ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വിവർത്തനമൊക്കെ ചെയ്താലും അതില്ലെങ്കിലും വേറെ ചില വരുമാന മാർഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിവർത്തനത്തിൽ ഫുൾ ടൈമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പഴയ മാതിരി ഹാർഡ് വർക്ക് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇനി എൻ്റെതായ സമയമെടുത്ത് കുറെ വായനയ്ക്കും എഴുത്തിനും വേണ്ടിയായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോൺ ക്വിക്സോട്ട് എന്നൊരു പുസ്തകമാണ്, സെർവാന്റിസിന്റെ. അതൊരു 1000 പേജോളം ഉണ്ട്. വളരെ ദൈർഘ്യമേറിയ വാക്യങ്ങളാണ് അതിലുള്ളത്. അതൊക്കെ മുറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമയമെടുക്കും. പക്ഷെ ഡോൺ ക്വിക്സോട്ട് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് DC ബുക്സ് സാധിച്ചു തന്നു. ഇപ്പൊ അവർക്ക് വേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകുതിയോളം കഴിഞ്ഞു. ഇനി ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ചെയ്യൂ. തുടക്കത്തിൽ അങ്ങനെയല്ല, അവരെന്തയച്ചു തരുന്നുവോ അതെല്ലാം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. കാരണം അന്ന് അതൊരു ചെറിയ വരുമാനമാർഗം കൂടിയായിരുന്നു. ഇപ്പോൾ വരുമാനമാർഗം മാത്രമല്ല, എനിക്ക് ചെറിയ ഒരു നേരിയ പ്രശസ്തി, അതുകൂടാതെ ഒരു ആത്മസംതൃപ്തി, പോരാത്തതിന് ഈ വയസ്സുകാലത്ത് ഒരു നേരം പോക്ക്. ഇപ്പോൾ ഒരു 70 വയസ്സായി, വയസ്സുകാലത്ത് ഒരു നേരം പോക്ക്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ സംതൃപ്തനാണ്. പണം ഉണ്ടാക്കിയത് കൊണ്ടല്ല, ഈ കാര്യങ്ങൾ ഈ പ്രായത്തിലും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യം. ഇത്രയൊക്കെയാണ് അനുഭവത്തെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം അനുഭവത്തെ കുറിച്ചിട്ട്. ഒരു ചോദ്യം കൂടെ. പൊതുവെ സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന ഒരു പ്രശസ്തി വിവർത്തകർക്ക് കിട്ടാറില്ല. ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് പേര് വിവർത്തകരായിട്ടുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് പല ഭാഷകളിൽ നിന്നും പലരും മലയാളത്തിന് ഒരു വലിയ വിവർത്തന ചരിത്രം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ വിവർത്തകർക്ക് വേണ്ടത്ര ഒരു പ്രശസ്തിയും അതുപോലെ തന്നെ ഒരു പരിഗണനയും മലയാളത്തിൽ ഇല്ല എന്നുള്ള ഒരു അഭിപ്രായത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. മലയാളികളാണ് വിവർത്തകർക്ക് തീരെ പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാർ. ഇപ്പൊ ലോകത്തില് എഡിത്ത് ഗ്രോസ്മാൻ അങ്ങനെ തുടങ്ങി പല പ്രശസ്ത വിവർത്തകരുണ്ട്. അവർക്കൊക്കെ വാക്കുകൾ തന്നെയാണ് പ്രതിഫലം കിട്ടുന്നത്, നല്ല പ്രതിഫലം അവർ കൊടുക്കുന്നത്. പക്ഷെ മലയാളത്തിലെ പ്രതിഫലം ഒന്നാമത് ടാവട്ടാണ് കേരളം, പുസ്തകങ്ങൾ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. അവർക്ക് പ്രതിഫലം. പക്ഷേ ഏറ്റവും അധികം വായനക്കാരുള്ളത് മലയാളികളാണ്. അതെ, വായനക്കാര് ഇതുണ്ട്. പക്ഷെ ഈ വിവർത്തകരെ വെച്ച് പ്രസാധകർ വളരെ വലിയ ചൂഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മലയാളം കഷ്ടിച്ചറിയുന്ന ധാരാളം പേരൊന്ന് അച്ചടിച്ച് കാണാൻ വേണ്ടി വിവർത്തകരെ പുസ്തകം വിവർത്തനം ചെയ്യാൻ തയ്യാറാണ്. റിട്ടയർ ചെയ്ത പ്രൊഫസർമാര്,
അവർക്ക് വയസ്സുകാലത്തൊരു വിനോദം നിലക്കാണ് അവർ ചെയ്യുന്നത്. കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പുസ്തകം അച്ചടിച്ച് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ പ്രൊഫഷണൽ വിവർത്തകർ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത്ര മാന്യത വിവർത്തനത്തിന്റെ മേഖലയിൽ ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ വിവർത്തകരാണ് ലോകത്ത് സാഹിത്യത്തെ പരിചയപ്പെടുത്തുന്നത്. വിവർത്തകരില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കാളിദാസനോ ഷേക്സ്പിയറോ ആരാന്നൊക്കെ സാധാരണ മലയാളികൾക്കൊന്നും അറിയാൻ പറ്റില്ല. സംസ്കൃതം അറിയുന്നവർക്കും ഇംഗ്ലീഷ് അറിയുന്നവർക്കും മാത്രമേ ഷേക്സ്പിയറും കാളിദാസനൊക്കെ അറിയാൻ പറ്റൂ. അതുപോലെ മലയാള ഭാഷ വളരുന്നതും വിവർത്തനത്തിലൂടെയാണ്. ഇതിലൊരു സംശയമില്ല. ഇവിടുത്തെ സർക്കാരും പത്രങ്ങളും മാത്രമല്ല ഈ ഭാഷ വളരുന്നതിന് സഹായിക്കുന്നത്. പുതിയ പുതിയ പദങ്ങൾ കണ്ടുപിടിച്ച് അതിന് പുതിയ ശൈലി കൊടുത്ത് വിവർത്തകർ വലിയൊരു സഹായമാണ് മലയാള ഭാഷയ്ക്ക് ചെയ്യുന്നത്. മലയാള ഭാഷ ഇപ്പോൾ ഒരു 5-10 കൊല്ലം മുമ്പത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും അധികം അഭിവൃദ്ധി പ്രാപിച്ച ഭാഷ മലയാളമാണ്. അതിന് കാരണം വിവർത്തനം തന്നെയാണ്. അത് ഇപ്പോഴത്തെ വിവർത്തകർ മാത്രമല്ല, ബൈബിൾ കാലത്തെ വിവർത്തകരടക്കം അതിന് ഉത്തരവാദികളാണ്. അവർ വളരെ ഭംഗിയായിട്ടാണ് ബൈബിൾ മലയാളത്തിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള പ്രത്യേകിച്ച് പഴയ ബൈബിൾ വായിച്ചാൽ, നമ്മളിത് വായിക്കേണ്ട പുസ്തകമാണ് പഴയ ബൈബിളൊക്കെ. വളരെ കാവ്യാത്മകമായിട്ടുള്ള വിവർത്തനമാണ് അതിൻ്റെ. അങ്ങനെ മലയാളത്തിന് ഒരു വിവർത്തന പാരമ്പര്യമുണ്ട്. മലയാളത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഇന്ത്യയിൽ മറ്റൊരു ഭാഷയ്ക്കില്ല. മലയാളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും മലയാളിക്ക് അല്ലെങ്കിൽ മലയാള വിവർത്തകന് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. നന്ദി സർ. ഇതിനെ തുടർന്ന് മറ്റാർക്കെങ്കിലും, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം. ആർക്കെങ്കിലും? സന്തോഷം. സ്വാഗതം ചെയ്യുന്ന ചോദ്യങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ മറുപടി പറയാം. സംശയം ചോദിക്കാൻ പഠിക്കണ്ട. അത് അബദ്ധമായ എന്തൊന്നും ഉള്ള ചോദിക്കാതിരിക്കണ്ട, ചോദിക്കാം. ഹലോ സർ. യെസ്, ഓക്കെ. വിവർത്തനത്തിനെ കുറിച്ചല്ല, പക്ഷെ അറിയാനൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ. നമുക്ക് ഇതൊരു ചർച്ചയാണ്. ബഷീർ എന്ന കൃതികള് ചിലതൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്ന കൃതികൾ ഉണ്ടല്ലോ. അപ്പോ അങ്ങനത്തെ ഏതെങ്കിലും കൃതി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനത്തെ കൃതികള്, ബഷീറിന്റെ കൃതികൾ പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അതിൽ ആറി ആഷറുടേത് മാത്രമാണ് പ്രശസ്തം. അതുകൊണ്ട് അങ്ങനെ കൃതികൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന വസ്തുത ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. അല്ല, ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ നല്ല പങ്കുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുമായിട്ട് രണ്ടു വാക്ക് പറഞ്ഞല്ലോ. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തില് പങ്കുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൽ ആകർഷണമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ സർ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ട്, വിവർത്തനത്തെ കുറിച്ച് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഏത് തരത്തിലുള്ള വിവർത്തനമാണ് അഭികാമ്യം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. വിവർത്തനം ഞാൻ സാധാരണ അനുവർത്തിക്കുന്നത് പദാനുപദ വിവർത്തനമാണ്. എന്ന് വെച്ച് ഒരു വാക്കിന്റെ അർത്ഥം അതുപോലെ അങ്ങോട്ട് വിവർത്തനം ചെയ്യില്ല. നമ്മുടെ സർഗാത്മകത ഉപയോഗിച്ച് അതിനെ യാന്ത്രികത ഒഴിവാക്കി നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ടുള്ള വിവർത്തനം. ഇന്നത്തെ വിവർത്തനം സ്വതന്ത്ര വിവർത്തനമാണ്. അതിൽ നമുക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ലോകം അംഗീകരിച്ചിട്ടുള്ള രീതി പദാനുപദ വിവർത്തനമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാധകരെല്ലാം അങ്ങനെയുള്ള വിവർത്തനങ്ങളാണ് പ്രസിദ്ധീകരണത്തിന് സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത്. മറിച്ച് നമ്മുടേതായിട്ടുള്ളൊരു വാക്ക് തിരുവുകയോ മറ്റൊരു വാക്ക് അതിൽ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്താൽ അവരത് ചൂണ്ടിക്കാണിക്കും. അത് പാടില്ല. പുസ്തകത്തിലുള്ള യഥാർത്ഥ, അതായത് പ്രഭവ പുസ്തകത്തിലുള്ളത്, സ്രോതസ് ഭാഷയിലുള്ളത് അത് തന്നെ ആയിരിക്കണം ടാർജറ്റ് ഭാഷയിലും ലക്ഷ്യഭാഷയിലും
എന്ന് അവർ പ്രത്യേകിച്ച് നിഷ്കർഷിക്കാറുണ്ട്. ചെറുകിട പ്രസാധകരൊന്നും അത് ശ്രദ്ധിക്കാറില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടായിരിക്കാം. വാസ്തവത്തിൽ പ്രധാനപദ വിവർത്തനമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സ്വതന്ത്ര വിവർത്തനം കുറെയൊക്കെ ഒന്നാണ്. പിന്നെ വേറൊരു വിവർത്തനം ആശയാനുവാദമാണ്. ഉദാഹരണമായിട്ട് കുട്ടികൾക്കായിട്ട് വിവർത്തനം ചെയ്യുന്നത് ആശയാനുവാദം ധാരാളമാണ്. അവർക്ക് അതിൻ്റെ ആശയം എന്താണെന്ന്, ഇപ്പോൾ പഞ്ചതന്ത്ര കഥകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം അവർക്ക് അറിയേണ്ടതുള്ളൂ, അതിൻ്റെ ഭാഷയുടെ ഭംഗിയൊന്നും അവർക്ക് അറിയേണ്ടതില്ല. പിന്നെ വിവർത്തനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ വാക്യങ്ങളൊന്നും പാടില്ല, വാക്യങ്ങളൊക്കെ ലളിതമായിരിക്കണം. എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കാഥികന്റെ പണിപ്പുര എന്നുള്ളതിൽ ഒരു വാക്യം പറയുന്നുണ്ട്, അന്ന് കരഞ്ഞുകൊണ്ടാണ് മകൻ അമ്മയുടെ അരികിലെത്തിയത്. അന്ന് കരഞ്ഞുകൊണ്ടാണ് മകൻ അമ്മയുടെ അരികിലെത്തിയത്. അതൊരു സംസ്കൃത പണ്ഡിതൻ പ്രസ്തുത ദിവസം ബാഷ്പാകുല നേത്രനായിട്ടാണ് സ്വമാതാവിൻ്റെ ശബദത്തിൽ സന്നിഹിതനായത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അദ്ദേഹം ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതുന്നവനെ ചെപ്പക്കടിക്കണം എന്നാണ് ആ കാഥികന്റെ പണിപ്പുരയിൽ എം ടി വാസുദേവൻ നായർ പറയുന്നത്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊന്നും വിവർത്തനത്തിൽ ആർക്കും ഇതാക്കാൻ പോകില്ല. ഇപ്പൊ ഞാൻ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോൺ കിക്സോട്ടില് ചുരുങ്ങിയത് അര പേജെങ്കിലും ഒരു വാക്യമുണ്ട്. അതൊക്കെ അതേപടി വിവർത്തനം ചെയ്താൽ പഴയ ആധാരശൈലി വായിക്കുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് അതൊക്കെ മുറിച്ച് ഒഴുക്ക് നഷ്ടപ്പെടാതെ, അർത്ഥം നഷ്ടപ്പെടാതെ, അതിൻ്റെ ആശയവും സ്വാരസ്യവും ചോർന്നു പോകാതെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണം. അത് വിവർത്തനത്തിൻ്റെ ഒരു പ്രഥമ പാഠമാണത്. നന്ദി സർ. വിവർത്തനത്തെ കുറിച്ച് ആധികാരികമായി ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് വളരെ സന്തോഷം. ഇതിനെ തുടർന്ന് സംസാരിക്കാനും ഈ പരിപാടിയിൽ നന്ദി പറയുന്നതിനു വേണ്ടി മലയാള വിഭാഗത്തിലെ അധ്യാപകൻ ശ്രീ സഫ്രാസ് അലിയെ ക്ഷണിക്കുന്നു. സഫ്രാസ് ഇല്ലേ? കേൾക്കാമോ? കേൾക്കാം, പറയൂ. നമസ്കാരം. ബഷീറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ അതിനേത് തരത്തിലാണ് അതിന് അംഗീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എത്രമാത്രം സത്യസന്ധത പുലർത്തി എന്നുള്ളതിനെ കുറിച്ചാണ് പ്രധാനമായും മൂസക്കുട്ടി മാഷ് ഇവിടെ സംസാരിച്ചത്. ബഷീറിന്റെ ജീവിതം ഒരു യാഥാർത്ഥ്യം എന്നതിനൊപ്പം തന്നെ ഒരു ഫിക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ യാത്രകൾ, അതിലെ ഭയങ്കര ദുരൂഹത, യാത്രകളിലെ ദുരൂഹത, അതുപോലെ തന്നെ അതിലൊരു വൈകാരികത, ഒരു വൈയക്തികത ഒക്കെ ചേർന്ന് അതുണ്ടാക്കുന്ന ഒരു ഭ്രമാത്മകമായ ഒരു ലോകമുണ്ട്. ഒരു പുതിയ ഭാഷയിൽ പറഞ്ഞൊരു വൈബ് ഉണ്ട് ബഷീറിന്റെ യാത്രകൾ. അപ്പോ ഈ യാത്രകളുടെ ഒക്കെ ഒരു സത്യസന്ധത എത്രമാത്രം ഉണ്ട്, അതിൽ യാഥാർത്ഥ്യം എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബഷീറിന്റെ ജീവിതം യാഥാർത്ഥ്യത്തിനൊപ്പം തന്നെ ഒരു ഫിക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിക്ഷണൽ സാഹിത്യത്തിന്റെ യാത്രയാണ് ബഷീറിന്റെ കൃതികൾ. NS മാധവന്റെ പുറം മറുപുറം എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ യാത്രകളെ NS മാധവൻ വളരെ കൃത്യമായി പൊളിച്ചെഴുതുന്നുണ്ട്. ബഷീറിനെ കുറിച്ച്, ബഷീറിന്റെ യാത്രകളെ കുറിച്ചൊക്കെ സാധാരണ നമ്മൾ കേട്ട പലതരത്തിലുള്ള ഒരു ഗ്ലോറിഫിക്കേഷന്റെ അപ്പുറത്തേക്ക് അതിലെ ഒരു ഫിക്ഷന്റെ എലമെന്റ് എത്രമാത്രം ഉണ്ട് എന്ന് ഈ NS മാധവന്റെ പുസ്തകങ്ങളുണ്ട്. അതിന്റെ തന്നെ മറുപുറം എന്നുള്ള തരത്തിൽ മരുഭൂമികൾ പൂക്കുമ്പോൾ പോലെയുള്ള വിജയൻ മാഷ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ബഷീറിന്റെ പുസ്തകങ്ങൾ, ബഷീറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, ബഷീറിന്റെ കൃതികളുടെ വിവർത്തനങ്ങൾ, അങ്ങനെ ബഷീറിന്റെ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. അങ്ങനെ ബഷീർ നമുക്ക് പലതുമാണ്. ഇങ്ങനെ സ്വന്തം ജീവിതം തന്നെ സാഹിത്യത്തിലേക്ക് വിവർത്തനം ചെയ്ത ബഷീറിനെ കുറിച്ച് ആണ് വിവർത്തനത്തിലെ ബഷീർ എന്ന വിഷയത്തിൽ വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം N മൂസക്കുട്ടി മാഷ് നടത്തിയത്. അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് ജയശ്രീ ടീച്ചർ അദ്ദേഹത്തിന്റെ വളരെ വിപുലമായിട്ടുള്ള ഒരു വിവർത്തന ജീവിതം ഒക്കെ നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹം ബഷീറിന്റെ കൃതികളിലെ വിവർത്തനത്തിന്റെ ഒരു സ്വഭാവം മാത്രമല്ല, സ്വന്തം വിവർത്തനത്തിലെ ഒരു സ്വന്തം വിവർത്തനം എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, വിവർത്തനത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിനുള്ള ഒരു കൃത്യമായ ക്ലാസ് പോലെ തന്നെ അദ്ദേഹം അക്കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചു.
നമ്മുടെ നാട്ടുകാരനായ മൂസക്കുട്ടി മാഷ് നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ എത്തിയത്, നമ്മളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ നമ്മളോടുള്ള പരിഗണന എല്ലാം അദ്ദേഹം മറ്റേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ. അദ്ദേഹത്തിന് മലയാളം വിഭാഗത്തിന്റെ പേരിലും പൊന്നാനി NES കോളേജിന്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ, അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികൾക്കും വളരെ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനും അതിനെല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത കോളേജിന്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് റഷീദ് അടക്കം ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകയായിട്ടുള്ള ജയശ്രീ ടീച്ചർ, ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റുള്ളവർ, ചോദിച്ച കുട്ടികൾ അടക്കമുള്ള മറ്റ് അധ്യാപകർ, എല്ലാവർക്കും നന്ദി പറയുന്നു. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.